ഏ എന്താണിക്ക പതിപോലെ അല്ലല്ല? ഇപ്പൊ നല്ല സന്തോഷത്തിലാണല്ലോ, എന്ത് പറ്റി? എങ്ങനെ സന്തോഷിക്കാതിരിക്കോടാ? എനിക്ക് 2 ആഴ്ച ലീവ് കിട്ടിയടാ. എന്തുപറ്റി? 2 ആഴ്ച മതിയാ ലീവ്? എന്തായാലും പോയി എൻജോയ് ചെയ്യ്. 2 ആഴ്ച പോകേണ്ട ഒരു കാര്യമുണ്ട്. എന്താണോ ആ കാര്യം? ഇപ്പൊ തൽക്കാലം നീ അത് അറിയണ്ട. ഓ നമ്മളില്ലേ. ഇതെന്താണ് പൈസ അയച്ചിരിക്കുന്നു? ഇക്ക എന്തായാലും നാട്ടിൽ പോവല്ലേ, അപ്പൊ യാത്രാ ചെലവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാന്ന് കരുതി. അതിനെന്തിനാടാ അഡീഷണൽ ആയിട്ട് പൈസ നീ അയച്ചത്? അപ്പൊ ഇക്ക എങ്ങനെ പോവും? ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി പിന്നെ ട്രെയിൻ കയറി പിന്നെ എങ്ങനെ പോവും? ഞാൻ ബസ് കയറി എന്റെ വീട്ടിലേക്ക് പോകും. ആ എന്നാ അത് പാടില്ല, ഒരിക്കലും ബസ്സിൽ കയറാൻ പാടില്ല. ഇതെന്ത് കളി? ബസ്സിൽ കയറാൻ പാടില്ലെന്നോ? അപ്പൊ ഇക്ക ന്യൂസ് ഒന്നും കാണാറില്ല അല്ലേ? നീ വൈകിപ്പിക്കാതെ കാര്യം പറയൂ. ഇക്ക പെണ്ണൊരുമ്പെട്ടാലെന്ന് കേട്ടിട്ടില്ലേ? പെണ്ണൊരുമ്പെട്ടാൽ, അതായത് ഇപ്പൊ എല്ലാ പെണ്ണുങ്ങളും അല്ല, ഇപ്പൊ ചില പെണ്ണുങ്ങള്, ചില വേടത്തിമാര് റീച്ച് കിട്ടാൻ വേണ്ടി അവളുമാര് എന്തും ചെയ്യും. അങ്ങനത്തെ കാലഘട്ടമായത്. കാര്യം പറയൂ എന്റെ മോനെ. ഇപ്പൊ എങ്ങനെയെങ്കിലും വൈറലായ മതി എന്ന് പറഞ്ഞാണ് പെണ്ണുങ്ങൾ നടക്കുന്നത്. ചിലവര് റീച്ച് കിട്ടാൻ വേണ്ടി ഇവളുമാരെന്ത് ചെയ്യും? ബസ്സില് അടുത്തിരിക്കുന്നത് അച്ഛന്റെ പ്രായമുള്ള ആളാണെന്ന് പോലും നോക്കത്തില്ല. അവരെ പറ്റി എന്തൊക്കെ അവവാദമാണ് പറയുന്നത്. മര്യാദ മാന്യമായിട്ടിരിക്കുന്ന ആളുകളെ പറ്റി വരെ ഇപ്പൊ അവവാദമാണ് പറയുന്നത്. ഞരമ്പന്മാരില്ലെന്ന് പറയുന്നില്ല, ഞരമ്പന്മാരുണ്ട്. പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത ഈ പാവം പിടിച്ച അച്ഛന്മാരെയും അതുപോലെ കുറെ ആണുങ്ങളെയൊക്കെ പറ്റി എന്തൊക്കെയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ബസ്സിലൊന്നും പോകാതിരിക്കാൻ തന്നെ എൻ്റെ അഭിപ്രായത്തില് ബസ്സിൽ പോകരുത്. 10 കാശ് കൂടുതൽ പോയാലും ഓട്ടോക്ക് പോകുന്നത് നല്ലത് തന്നെ. അപ്പൊ ഇനി ബസ്സിൽ പോയേ പറ്റുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പെണ്ണുങ്ങളുടെ അടുത്ത് ഇരിക്കരുത്. പെണ്ണുങ്ങൾ അച്ഛാ വന്നിരുന്നോ എന്ന് പറഞ്ഞാൽ പോലും അടുത്ത് ചെന്ന് ഇരിക്കരുത്. ഇക്ക വൈറലാവും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പൊ അങ്ങനത്തെ കാലഘട്ടമാണ്. എന്തുവാടാ ഇത്? നമ്മുടെ ആണുങ്ങൾക്കൊന്നും ഒരു വിലയില്ലേ? എന്ത് പറയാനേക്ക, നമ്മുടെ വാക്കിനൊരു വില. നമ്മൾ നിരപരാധികളാണെങ്കിൽ പോലും നമ്മുടെ വാക്കിനൊരു വിലയില്ല. ഇനി ഇവളുമാരെ എന്ത് പറഞ്ഞാലും അവളുമാരെ താങ്ങി കൊടുക്കുന്ന കുറെ പാവാടകളുണ്ട്. ആണുങ്ങളെ തന്നെ കുറെ പാവാടകളുണ്ട്. പെണ്ണുങ്ങളുടെ സൈഡ് മാത്രം പിടിച്ച അവന്മാരാണ് ശരിക്കും പറയാൻ നമ്മുടെ ശത്രുക്കള്. എന്റെ ഒടയ തമ്പുരാനെ, ആണിന്റെ കാലൻ ആണ് തന്നെ.